ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനെ പൂർണ്ണമായും വിൽക്കാൻ നിലവിലെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് തീരുമാനിച്ചിരുന്നു. ഏകദേശം 200 കോടി രൂപയോളം ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നായിരുന്നു മാർക്കസ് മെർഗുലാവോ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥരായിക്കൊണ്ട് ആര് വരും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പോസിറ്റീവ് ന്യൂസുകളും ഇപ്പോൾ തനിക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് സംഭവിക്കുന്നില്ല എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ വേണ്ടി ചില പാർട്ടികളൊക്കെ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലബിനകത്തെ ബുക്സിന്റെ കണ്ടീഷൻ വളരെയധികം മോശമാണ് എന്നാണ് ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സിനകത്ത് കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ബുക്സിന്റെ കാര്യത്തിലുള്ള കണ്ടീഷൻ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച പാർട്ടികൾക്ക് ആ താല്പര്യം കുറഞ്ഞു വരികയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിനകത്തെ സ്ഥിതിഗതികൾ അത്ര നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം സങ്കീർണമായ കാര്യങ്ങളാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിനകത്ത് ഇപ്പോൾ പലവിധ പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് ആശിഷ് നേഗി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.